VS ജിതിൻ ദേവ്. നോക്കൂ, ഈ വെള്ളൂരിലെ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിന് 700 ഏക്കർ സ്ഥലമുണ്ട്. അത് ഒന്ന് പരിഗണിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. ആവശ്യത്തിന് സ്ഥലമുള്ള സൗകര്യമുള്ള ഇടങ്ങളൊക്കെ മാറ്റി നിർത്തുന്നു. ഈ കിനാലൂരിൽ തന്നെ ഇത് വേണമെന്ന് ശാഠ്യം പിടിക്കുന്നത്, ഈ പദ്ധതി മറ്റൊരിടത്തും പാടില്ല എന്ന് നിർബന്ധം പിടിക്കുന്നത് ആരാകും? അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് ഏറ്റവും ബഹുവിശേഷമായിട്ട് തോന്നിയത്, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഗ്രേറ്റർ ഡെവലപ്മെൻറ്റ് ഫോറത്തിൻ്റെ ചുമതലക്കാർ പറഞ്ഞ ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ എറണാകുളത്ത് അവരൊരു പെറ്റീഷൻ കൊടുക്കുകയാണ്. ക്യാബിനറ്റ് ഡിസിഷൻ വേണ്ടുന്ന ഒരു പെറ്റീഷൻ, ഒരു എന്താണ് പറയുക, ഒരു പരാതി. ആ പരാതി എടുത്തിട്ട് കോട്ടയം കളക്ടറേറ്റിലേക്ക് അയക്കുകയാണ്. ഇപ്പം മനസ്സിലായില്ലേ എന്തൊക്കെ ഉടായ്പാണ് ഇത്? മൊത്തത്തിൽ ഉടായ്പാണ് കൃഷ്ണരാജ്. ഇവർക്ക് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തിന്റെ വികസനം സാധ്യമാക്കണം എന്നുള്ള ഒരു ചിന്തയും ഇവർക്കില്ല. എങ്ങനെങ്കിലും അധികാരം കടിച്ചു തൂങ്ങി മുന്നോട്ട് പോകണം. പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കട്ടുപിടിക്കണം, ആരുടെങ്കിലും ഇതൊക്കെ മാസപ്പടി വാങ്ങിക്കണം, ഇങ്ങനെ അങ്ങ് സൂഹിക്കണം. ഇതാണ് ഇവരുടെ കാഴ്ചപ്പാട്. അല്ലാതെ ഈ സംസ്ഥാനത്തിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറല്ല. ഞാൻ ആശ്രമം ESI മെഡിക്കൽ കോളേജിനകത്ത് ശ്രീ ബലദേവ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അവിടുന്ന് നേരെ സ്കിപ്പ് ചെയ്ത് വയനാട്ടിലേക്ക് പോയി. വയനാട്ടിൽ ഇത് തന്നെയാണ് അവസ്ഥ. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ ചെലവഴിക്കുന്നില്ല. 232 കോടി രൂപ ചെലവഴിച്ചിട്ടില്ല എന്ന് അടൂർ പ്രകാശ് MPക്ക് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കൊടുത്ത പാർലമെന്റ് മറുപടി കൊടുത്ത പാർലമെന്റ് രേഖ എന്റെ കൈവശമുണ്ട്. ബലദേവ്, നിങ്ങളൊന്നും ചെയ്യത്തില്ലതേ. ഈ നാട്ടിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളും നിങ്ങൾ പണപ്പിരിവിനായിട്ടുള്ള ആഘോഷങ്ങളാക്കി മാറ്റുകയാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ ഡെവലപ്മെന്റ് ആഗ്രഹമില്ല. പിന്നെ അങ്ങ് പറഞ്ഞ രണ്ടാമതൊരു കാര്യം എന്താണ്? റെയിൽവേ ഒന്നും തരുന്നില്ലെന്നുള്ള കാര്യം. 2019-14 നിങ്ങളുടെ പിന്തുണയുള്ള ഗവൺമെന്റ് ഒക്കെ ഭരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിലെ ആൾക്കാർ ഭരിക്കുന്ന സമയത്ത് കൊടുത്ത 372 കോടി രൂപയാണ്. ഇപ്പോ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ചിരിക്കുന്നത് 3795 കോടി രൂപയാണ്. വരാൻ പോകുന്ന സാമ്പത്തിക വർഷം എത്ര മടങ്ങാണെന്ന് നിങ്ങൾ പരിശോധിക്കൂ. നിങ്ങൾ പറഞ്ഞു കേരളത്തിൽ സ്ഥലമില്ലെന്ന്. എവിടെയെല്ലാം സ്ഥലങ്ങളുണ്ട് നോക്കൂ. ഇപ്പോൾ ഇവിടെ GPDFന്റെ ഭാരവാഹികൾ അവരുടെ പ്രദേശം ചൂണ്ടിക്കാണിക്കുന്നു. ഇനി നെയ്യാറ്റിങ്കര സ്ഥലമുണ്ടെന്ന് പറയുന്നു, ആലപ്പുഴ സ്ഥലമുണ്ടെന്ന് ആൾക്കാർ പറയുന്നു, മറ്റു സ്ഥലങ്ങളിലൊക്കെ സ്ഥലമുണ്ടെന്ന് പറയുന്നു. ഇനി കിനാരൂരിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടെ വരട്ടെ, അനുയോജ്യമായ സ്ഥലത്ത് എയിംസ് വരട്ടെ. പക്ഷേ ഇത് കൊണ്ടുവരണം എന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു എയിമേ ഇല്ല.